നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുദ്ധങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ കളിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. നമ്മളൊക്കെ നമ്മളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയൊരു ലോകത്താണ് ജീവിക്കുന്നത്. ഒരു റോക്കറ്റ് ഉണ്ടാക്കാൻ, മിസൈൽ ഉണ്ടാക്കാൻ 50 മില്യണിലധികം യൂറോ ചിലവാകുന്നു. ഈ പണം എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, ആവശ്യക്കാരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൂടാ? യുദ്ധത്തിന് അതിശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു സെവിയയുടെ കോച്ച് മാറ്റിയസ് അൽമൈഡ. അർജൻറ്റീനക്കാരനായിട്ടുള്ള മാറ്റിയസ് അൽമൈഡ FC ബാഴ്സലോണയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് തൻ്റെ നിലപാട് കൃത്യമായിട്ട് പറയുന്നത്. നാളെയാണ് FC ബാഴ്സലോണ വേഴ്സസ് സെവിയ മത്സരമുള്ളത്. ആ കളിക്ക് മുന്നോടിയായിട്ടുള്ള നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹത്തിൻ്റെ ഈ വാദങ്ങൾ വരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് അടക്കമുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽമൈഡ കൃത്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന വാറിനെ. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, നമുക്ക് ഇതൊന്നും ഒരു വിഷയമല്ല എന്ന സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു, ഇത് ഡേഞ്ചറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു, നമ്മൾ ഇന്ന് ഒരു കളിയെക്കുറിച്ച്, ബാഴ്സലോണയ്ക്കെതിരെ കളിക്കുന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഇവിടെ എന്ത് സിറ്റുവേഷൻ നടന്നാലും അതൊന്നും കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ബിസിനസ് നടക്കണം, അത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ചിന്ത എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആദ്യം അദ്ദേഹം ഫുട്ബോളിൻ്റെ മനോഹരമായ വശങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ഫീലിങ്സിനെ എപ്പോഴും ഉണർത്തുന്ന ഫുട്ബോൾ നമ്മളത് വളരെ നല്ല രൂപത്തിൽ യൂസ് ചെയ്യുന്നു. അത് പല ആളുകൾക്കും ഒരു സഹായമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം നമ്മൾ എത്ര പേര് തിരികെ അതിനെ അങ്ങോട്ട് ഫീഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ചോദ്യമാണ്. അറ്റ് ദി വെരി ലീസ്റ്റ് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പല രാജ്യങ്ങളിൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഞാൻ കഴിച്ചു. ഇതൊക്കെ ഫുട്ബോൾ കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, ഇവിടെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഓരോ മിസൈലിന് അല്ലെങ്കിൽ റോക്കറ്റിന് 50 മില്യൺ യൂറോസാണ് ചിലവ് വരുന്നത്. എന്തുകൊണ്ട് നമുക്ക് അത് ഫുഡിന് വേണ്ടിയിട്ടും അതുപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും ആ തുക ചിലവഴിച്ചുകൂടാ? നമ്മളൊരു സെൽഫ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ലോകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ യുദ്ധങ്ങൾ നടക്കുമ്പോൾ നമ്മളാണെങ്കിൽ FC ബാഴ്സലോണയെക്കുറിച്ചുള്ളൊരു മത്സരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആളുകൾ കഷ്ടപ്പെടുമ്പോഴും ബിസിനസ് അതിൻ്റെ വഴിക്ക് നടക്കണമെന്ന് മാത്രമേ നമുക്കൊക്കെ ഉള്ളൂ. റോക്കറ്റുകൾക്ക് 50 ലക്ഷം ചിലവാകുമെങ്കിൽ എന്തുകൊണ്ട് ആ പണം എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഫുഡിന് വേണ്ടിയിട്ടും ആവശ്യക്കാരെ സഹായിക്കാനും ഉപയോഗിച്ചുകൂടാ? നമ്മൾ ജീവിക്കുന്നത് ഓരോരുത്തരും അവരവരിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയൊരു ലോകത്താണ് എന്ന് അൽമൈഡ, അദ്ദേഹം സെവിയയുടെ കോച്ചാണ്, അദ്ദേഹം അർജൻറ്റീനക്കാരനായിട്ടുള്ള കോച്ചാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. വളരെ കൃത്യമായ ഒരു നിരീക്ഷണമായിട്ട് തന്നെയാണ് ഇതിനിപ്പോൾ ഫുട്ബോൾ ലോകം കാണുന്ന 52കാരനായിട്ടുള്ള അൽമൈഡ. അർജൻറ്റീൻ ദേശീയ ടീമിന് വേണ്ടി 1996 മുതൽ 2003 വരെയുള്ള കാലഘട്ടത്തിൽ കളിച്ചിട്ടുള്ള ആളാണ് മാറ്റിയസ് അൽമൈഡ. 40 അന്താരാഷ്ട്ര മത്സരങ്ങൾ അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. 2025 മുതൽ അദ്ദേഹം സെവിയയുടെ കോച്ചാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.